ഇന്നത്തെ കാലത്ത് ചെക്കന്മാർക്ക് ചെറിയ പെൺകുട്ടികളല്ല വേണ്ടത്. അതിപ്പോൾ നിങ്ങൾ ഏത് തരത്തിലെടുത്ത് നോക്കിയാലും കാണാം, ഏത് കല്യാണം കഴിയാത്ത ചെക്കന്മാർക്കും കാണാം കല്യാണം കഴിഞ്ഞ ഒരു റിലേഷൻഷിപ്പ്, ഒരു ആൾക്കാർ ഓരോ പെൺകുട്ടികളോടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും. 100% ഞാൻ പറയുന്നത് സത്യമാണ്. കാരണം അങ്ങനെയാണ് ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ ആൾക്കാരുടെ പിന്നാലെയാണ് ഈ ചെക്കന്മാർ നടക്കുന്നത്. എന്തിന് എൻ്റെ കസിൻസ് തന്നെ പറയുന്നുണ്ട് എന്നോട്, ഞങ്ങൾ കല്യാണം കഴിക്കണമെങ്കിൽ പ്രായമായ കുറച്ച് ആൻറ്റിമാരനെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം, ആൻറ്റിമാർ മതി, ആൻറ്റിമാരുടെ കല്യാണം കഴിച്ചാൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. കുറച്ചവര് ഇന്നത്തെ കാലത്ത് ചെറിയ കുട്ടികളിൽ, പക്ഷേ ഇന്നത്തെ കാലത്ത് ഇതുപോലെ തങ്കലിപികളാൽ എഴുതിയിട്ടുള്ള വാക്കുകൾ നിങ്ങൾക്ക് എവിടെ തിരഞ്ഞാൽ കിട്ടും? നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ പരിപാടികൾക്കും ക്ലാസ്സിനും കാര്യങ്ങളും ഒന്നിനും പോണ്ട. ഏറ്റവും പുതിയതായിട്ടുള്ള വളർന്നു വരുന്ന മോട്ടിവേഷൻ താരമായിട്ടുള്ള ഷാജിദ ഷാജിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. ഇതിന് നന്ദി പറയാൻ ആൾക്കാർ, ഇത് കണ്ട ആൾക്കാരുണ്ടല്ലോ, ഏകദേശം 1,47,000 ആൾക്കാർ ഇപ്പോൾ ഈ സമയത്തിനുള്ളിൽ ആ വീഡിയോ കണ്ടിരിക്കണം. അവർക്ക് നന്ദി പറയാനുള്ള ഒരു ചാൻസ് ഷാജിദ ഷാജി കൊടുക്കുന്നില്ല എന്നൊരു പരാതി ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നതായിട്ട് എനിക്കറിയാൻ കഴിഞ്ഞു കേട്ടോ. കാരണം എന്താ അറിയോ, ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് ഈ നന്ദി പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. ഷാജിദ ഷാജിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ കണ്ടു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവരുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു, ആ വോയിസ് കോൾ റിലേറ്റഡ് ആയിട്ട്. ഇത് ചെയ്ത് കഴിഞ്ഞോടുകൂടി നമ്മൾ ഇനി അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്നുള്ള കണ്ടീഷനിൽ ഇരുന്നിരുന്നു. പക്ഷേ വീണ്ടും ഒരു വീഡിയോ ചെയ്യാണ്ടായ റീസൺ 2 കാരണം. ഒന്ന്, ഓൺലൈൻ മലയാളി എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. ഈ ചാനലിൽ ഇന്ന് നോക്കുമ്പോൾ അവരുടെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. എന്താ പറയുക, ഇതുപോലുള്ള സാധനങ്ങളെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്ത് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, മറ്റേ ചാനലുകളെ ബിഗ് സല്യൂട്ടാണ് നിങ്ങൾക്കൊക്കെ. സീരിയസ് ആയിട്ട് പറയുക. എവിടെ പുറത്തിറങ്ങിയ സമയത്താണ് തോന്നുന്നുണ്ട്, ആലിൻ്റെ വീട്ടിലോ ബസ് സ്റ്റാൻഡ് സൈഡിലോ എവിടെ വെച്ചിട്ട് ഇൻ്റർവ്യൂ ആണ് നടക്കുന്നത്. ആ ഇൻ്റർവ്യൂസ് നടക്കുന്നുണ്ട്. ആ മകൻ ബാക്കിൽ എന്തോ ജ്യൂസും കുടിച്ചിരിക്കുന്നുണ്ട്. ആ കുട്ടീനെ കാണുമ്പോൾ അതിലേറെ വലിയ സങ്കടം തോന്നിപ്പോവും. പോട്ടെ, നമ്മളിപ്പോൾ സങ്കടം തോന്നിയിട്ട് കാര്യമില്ലല്ലോ, സ്വന്തം ഉമ്മയ്ക്കും സങ്കടവും കാര്യങ്ങളും ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പം എന്താ. ഇതൊക്കെ വലുതായി കഴിഞ്ഞിട്ട് അവരൊക്കെ കാണുന്ന സമയത്താവും അതിലേറെ വലിയ കോമഡി. എന്താണെന്നുണ്ടെങ്കിലും നമ്മളൊന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരുപാട് പേര് നമുക്ക് അയച്ചെന്നിട്ട് പറഞ്ഞു ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യുന്നത്. സാധാരണ കണ്ടീഷനിൽ ഞാനൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് സീരിയസ് ആയിട്ട് അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യാറുള്ളൂ. നമ്മളങ്ങനെ ഒരു ഫണ്ണ്, സർക്കാസം അല്ലെങ്കിൽ കളിയാക്കൽ രീതിയിലൊന്നും വീഡിയോസ് വളരെ റെയറായിട്ടേ ചെയ്യാറുള്ളൂ. പക്ഷേ ഈ ഒരു വീഡിയോ എനിക്കെന്തോ സീരിയസ് മൂഡിൽ റിയാക്ട് ചെയ്യാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നോർമൽ ടോണിൽ അല്ലാതായി പോവാം. ഓക്കെ, അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അവരുടെ വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാണ്. ക്ലിപ്പ് ഞാനിവിടെ വെക്കുന്നില്ല കേട്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഏകദേശം 1,47,000 പേരിൽപ്പെട്ട ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്വാഭാവികമായിട്ട് പറയാണ്ടായിരിക്കും. അങ്ങനെ എന്തെങ്കിലും പറയാണ്ടെങ്കിൽ ദയവായി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ നേരെ നമ്മളെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. റീസൺ എന്താ അറിയുമോ, ഇന്നത്തെ വീഡിയോ ഇവർ വീഡിയോയിൽ പറയുന്നുണ്ട്, ഇവർക്ക് ഇവരുടെ ഷോർട്സിൽ ഏതൊരു പയ്യൻ്റെ ഒപ്പം ഇരിക്കുന്നത് കണ്ടു. ഓൺലൈൻ എൻ്റർടൈൻമെൻറ്റ് തന്നെ ആ ചാനലിൽ കണ്ടു. അത് ഇതിനെ കല്യാണം കഴിക്കാത്തത്. ആ ചങ്ങായി ദുബായിൽ എവിടെ ഉള്ളതാണ്, 26 വയസ്സുള്ളൊരു പയ്യനാണ്. ഈ സ്ത്രീക്ക് 10, 32, 33 വയസ്സായിട്ടുണ്ടാവും. എത്രയോ നമുക്കറിയില്ല. എന്താണെന്നുണ്ടെങ്കിലും എന്തായാലും അതിനേക്കാളും പ്രായം കുറഞ്ഞിട്ടുള്ള ചെക്കനെ കല്യാണം കഴിക്കാൻ പോവുകയാണ്. ടി ഫാമിലിനെ കൊണ്ട് തന്നെ മനുഷ്യൻ പൊറുതി മുട്ടിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമതൊരു ഒരു മൂത്ത സ്ത്രീയും ചെറിയൊരു പയ്യനും കൂടി ഉള്ള, അല്ല അവരുടെ ഇഷ്ടമാട്ടോ, അവർ തമ്മിൽ മാനസിക പൊരുത്തം അവരുടെയും കാര്യങ്ങളുണ്ടെങ്കിൽ അവർ കല്യാണം കഴിച്ച് പോട്ടെ, എന്തോ ആയിക്കോട്ടെ. പക്ഷേ പ്രശ്നം എവിടെ കിടക്കുന്നത് വെച്ചാൽ, ആദ്യമൊക്കെ നമ്മളിങ്ങനെ അമ്മ തായേ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നവർ ഇപ്പോൾ കുറച്ച് വ്യൂസും പരിപാടിയൊക്കെ ആയപ്പോൾ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവരും അടച്ച് പുച്ഛിക്കുന്ന ആ ഒരു സമീപനം. ഈ കാണുന്ന ആൾക്കാരിൽ ഭൂരിഭാഗം പേരും ഇവരുടെ ഏകദേശം ഭ്രാന്ത് പിടിച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും കൂടി തീരുമാനിക്കുകയാണ് നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചാനൽ കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, ഈ വ്യൂസ് താഴെ പോയി കഴിഞ്ഞാൽ പഴയ സിറ്റുവേഷനിലേക്ക് ബാക്ക് ടു സ്ക്വയർ 1 എന്നുള്ള പഴയ സിറ്റുവേഷനിലേക്ക് എത്താൻ അധികം സമയമൊന്നും വേണ്ട എന്നുള്ളൊരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതിലേക്ക് പോകുന്നു. ഒരു പാവം പിടിച്ച ഒരു സ്ത്രീ, ഇവരുടെ സബ്സ്ക്രൈബർ, എന്തിൻ്റെ ആവശ്യമുണ്ട് അവർക്ക് നനച്ചുക. ഇവരെ വിളിച്ചിട്ട് ചോദിച്ചു, നിനക്ക് ഇങ്ങനെ ചെറിയ കുട്ടികളെ എന്തിനാണ് അവർ ചെയ്തതെന്നറിയില്ല. എന്താണെങ്കിലും ആ വിളിച്ചൊരു സ്ത്രീക്കുള്ള മറുപടി ആയിട്ടാണ് അവർ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ അതില് എന്താ പറയാ, നിങ്ങൾ പറയുന്ന പോലെ ചെറിയ ചെക്കൻ, ഇന്നലെ ഒരു സ്ത്രീ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര മോശം ക്യാരക്ടറാണ്, മോശം ക്യാരക്ടർ. അവരെന്നോട് ചോദിക്കുകയാണ്, അതായത് ഇവർ ചെയ്ത കാര്യം അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, സമയം മുടക്കി അവർ വീഡിയോ കണ്ടു, അവർ കാര്യം വിളിച്ച് ചോദിച്ചപ്പോൾ അവർ വളരെ മോശം ക്യാരക്ടർ. എന്താണെങ്കിലും ആ മോശം ക്യാരക്ടറുള്ളവർ എന്താ പറഞ്ഞ്, നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ പ്രായമായ കല്യാണം കഴിക്കാൻ? ഞാൻ പറയട്ടെ, ഞാൻ വയസ്സായ ആൾക്കാരെ കല്യാണം കഴിക്കണം എന്താ എത്ര നിർബന്ധം? ഒരു നിർബന്ധമില്ല കേട്ടോ. ഒരാൾ ആരെ കല്യാണം കഴിക്കണം എന്നുള്ളത് കല്യാണം കഴിക്കുന്ന ആളുടെ തീരുമാനമാണ്. പിന്നെ മറ്റാളും കൂടി ഒന്ന് സമ്മതിക്കണം കേട്ടോ. അയാളും കൂടി എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് അയാൾക്കും സ്വന്തമായിട്ട് ചിന്തിക്കാനും കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനം എടുക്കാനുള്ള ഒരു ബുദ്ധി, വിവേകമുള്ള ഒരു വ്യക്തിയാണ് അപ്പുറത്ത് നിന്നുള്ള ഒറ്റ കാര്യം മാത്രമേ വേണ്ടൂ. കാരണം എന്താ അറിയോ, നമുക്കിത് ഈ ബന്ധങ്ങളൊക്കെ മര്യാദയ്ക്ക് നിന്ന് പോകണം. അല്ലാണ്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് കാര്യമില്ലല്ലോ അല്ലേ. കല്യാണം കഴിക്കുക, കുറച്ചും ഡിവോഴ്സ് ആവുക, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുക, അങ്ങനെ അത് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകണമല്ലോ. ഞാൻ ചെറിയ ചെക്കനെ കെട്ടിയാൽ എന്താ എനിക്ക് പറ്റില്ലേ?
എനിക്കിപ്പോ 32 വയസ്സ്, ഒരു 26, 27 വയസ്സായ ചിക്കന്മാരെ കല്യാണം കഴിച്ചു പറഞ്ഞിട്ട് അവർക്ക് പ്രശ്നമില്ലെങ്കിൽ ഞാൻ അവരുടെ കല്യാണം കഴിക്കുന്നതിൽ എന്താ പ്രശ്നം? അതിൽ ധൈര്യമായിട്ട് കല്യാണം കഴിക്കണം, ഒരു കുഴപ്പമില്ല. അതിലും കുറച്ച് അസൂയ പിടിച്ച തള്ളമാര് വിളിച്ചിട്ട് എന്നോട് പറയാ, ഓ, ഇവര് 32 വയസ്സായ ഈ ഷാജിദ ഷാജി എന്ന് പറയുന്ന ഇവര് 27 വയസ്സ് പ്രായമുള്ള ചെക്കനെ കല്യാണം കഴിക്കുന്നതിന് ആർക്കാടാ ഇവിടെ അസൂയ? ആ അസൂയുള്ള ഒരാളെ ഒന്ന് ദയവ് ചെയ്ത് നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നിങ്ങൾ ദയവ് ഇത് അസൂയുള്ള ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എത്ര പേർക്ക് അസൂയ ഉണ്ടെന്ന് അറിയാനാ, ഇത്രയും ദാരിദ്ര്യം പിടിച്ചവരുണ്ടോന്ന് അറിയണമല്ലോ. എന്നോട് ഞാൻ പറയട്ടെ, ഏത് യൂട്യൂബേഴ്സിനാ നിങ്ങളെ വിളിച്ചിട്ട് നേരിട്ട് സംസാരിക്കല്? ഏത് യൂട്യൂബേഴ്സിന്റെ കാര്യങ്ങളാണ് നിങ്ങളെ വിശദീകരിച്ചിട്ട് ഫോണിൽ വിളിച്ച് ചോദിക്കല്? ഞാനൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫോൺ കോള്, എന്താ പറയാ, ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ നിങ്ങൾക്ക് ഇങ്ങനെ വിളിച്ചിട്ട് നിങ്ങളുടേതായ കാര്യങ്ങൾ എന്റെ മേലെ അടിച്ചേൽപ്പിക്കാനുള്ളത് അല്ല അതിനുള്ള അല്ല ഫോണ് അല്ല എന്റെ നമ്പർ അവിടെ കൊടുത്തിരിക്കുന്നത്. അതും കൂടി ഒന്ന് മനസ്സിലാക്കണം. പിന്നെ എന്റെ ലൈഫ് എന്ന് വെച്ചാല് എനിക്കും കൂടി ഇഷ്ടപ്പെട്ടിട്ട് വേണ്ടേ. ഞാനിപ്പോ ഒരു 10-60 വയസ്സായ വയസ്സായ ചങ്ങായിനെ കല്യാണം കഴിക്കണമെന്ന് നിങ്ങൾ പറയണ്ടല്ലോ. വയസ്സായ കല്യാണം കഴിക്കണ അതെനിക്കും കൂടി തോന്നണ്ടേ? അല്ലാന്ന് വേണ്ടേ, 60 വയസ്സായ ആളത് കല്യാണം കഴിക്കണ്ട, നിങ്ങൾ ഇഷ്ടമുള്ള ആളുകൾ കല്യാണം കഴിക്കുക, അതൊന്നും കുഴപ്പമില്ല. അതിന് ആരും കുരു പൊട്ടണോട് പൊട്ടട്ടെ, അവരെ കുരുവൊക്കെ പൊട്ടി ഒലിക്കട്ടെ. പക്ഷെ ആരുടെ കുരുവാണ് പൊട്ടണമെന്നുള്ള ദയവ് നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് പറയണം. അവർക്ക് അവിടെ പറയാൻ പറ്റിയിട്ടുണ്ടാവില്ല, ആ കമൻറ്റ് ബോക്സ് ഓഫാണല്ലോ. അല്ല, അങ്ങനെ എത്ര ആൾക്കാരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കേട്ടോ കമൻറ്റ്. കല്യാണം കഴിക്കണോ, നല്ലവരുടെ കല്യാണം കഴിക്കണോ എന്നൊക്കെ അവര് പറയാണ് എൻ്റെ അടുത്ത്, നിനക്ക് കുറച്ച് പ്രായമായ ആളെ കെട്ടിക്കൂടെ, നീ എന്തിനാ ഈ ചെറിയ ചെക്കന്മാരുടെ പിന്നാലെ നടക്കുന്നത്, ചെറിയ ചെക്കന്മാരനെ എന്തിനാ നീ കല്യാണം കഴിച്ചെന്നൊക്കെ എന്നോട് ചോദിക്കാം. എനിക്കിങ്ങോട്ട് വന്നില്ലേ ദേഷ്യം. ഇനി ആ ദേഷ്യം വന്നിട്ട് അടുത്ത കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനിയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള മോട്ടിവേഷൻ കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുന്നത്. പറഞ്ഞു, അത് എന്റെ ഇഷ്ടമാണ്. ഞാൻ ആറിനെ കല്യാണം കഴിക്കണം, ആറിനെ കല്യാണം കഴിക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, എന്റെ ലൈഫാണ്. പിന്നെ ചെറിയ ചെക്കൻ, ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഞാൻ പറയട്ടെ, ഇന്നത്തെ കാലത്ത് ചെക്കന്മാർക്ക് ചെറിയ പെൺകുട്ടികളല്ല വേണ്ടത്. അതിപ്പോ നിങ്ങൾ ഏത് തരത്തിലെടുത്ത് നോക്കിയാലും കാണാം, ഏത് കല്യാണം കഴിയാത്ത ചെക്കന്മാർക്കും കാണാം കല്യാണം കഴിഞ്ഞ ഒരു റിലേഷൻഷിപ്പ്, ഒരു ആൾക്കാർ ഓരോ പെൺകുട്ടികളോടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും. ഇല്ല നമ്മൾ പറയുന്നത് ഉണ്ടാവും, പക്ഷെ അതിന്റെ പേര് കല്യാണം കഴിക്കൽ പ്രേമം എന്നല്ല, അതിന് വേറൊരു പേരുണ്ട്. അതൊക്കെ എന്റർടൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം, അവരെയും നമ്മൾ 100% ഞാൻ പറയുന്നത് സത്യമാണ്. കാരണം അങ്ങനെയാണ് ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ ലോകം അങ്ങനെയൊന്നല്ല പോകുന്നത്. നിങ്ങളെ ചുറ്റുമുള്ള, നിങ്ങൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇതുപോലത്തെ ആൾക്കാർ സംസാരിക്കുന്ന അവർ ചുറ്റുമുള്ള ആൾക്കാരെന്ന് വേണമെങ്കിൽ പറയാം. അല്ലാണ്ട് ലോകം മുഴുവനൊന്നും പറയണ്ട. ഈ ലോകം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഉൾപ്പെടുമല്ലോ, അങ്ങനെ ഉൾപ്പെടുന്ന ലോകം മൊത്തമൊന്നും ഈ കണ്ടീഷനല്ല. ആൾക്കാരുടെ പിന്നാലെയാണ് ഈ ചെക്കന്മാര് നടക്കണത്. എന്തിന് എന്റെ കസിൻസ് തന്നെ പറയണ്ട എന്നോട്, ഞങ്ങൾ കല്യാണം കഴിക്കണമെങ്കിൽ പ്രായമായ കുറച്ച് ആൾക്ക് ആന്റിമാരനെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം, ആന്റിമാരുടെ പിന്നാലെയാണ് ഈ ചെക്കന്മാര് നടക്കണത്. എന്തിന് എന്റെ കസിൻസ് തന്നെ പറയണ്ട എന്നോട്, ഞങ്ങൾ കല്യാണം കഴിക്കണമെങ്കിൽ പ്രായമായ കുറച്ച് ആൾക്ക് ആന്റിമാരനെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം, ആന്റിമാര് മതി. ഏത് കസിൻസാണത്? ഭയങ്കര കുടുംബാണുള്ളത്. ആന്റിമാരുടെ കല്യാണം കഴിച്ചാൽ മതി എന്നൊക്കെയാണ് പറയുന്നത് കുറച്ചവര്. ഇന്നത്തെ കാലത്ത് ചെറിയ കുട്ടികളിലും, പക്ഷെ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളും ഈ ചെറിയ പെൺകുട്ടികളും മോശമൊന്നല്ല കേട്ടാ. അതിൽ ഇത്ര പെർഫെക്റ്റ് നമ്മൾ 92-ലെ പെൺകുട്ടികളെ എന്താ പറയാ പേടിച്ച് വരച്ച് 92-ലെ പെൺകുട്ടികൾ നമ്മളാണ് മാത്രം പെർഫെക്റ്റ്, ബാക്കിയുള്ളവരൊന്നും പെർഫെക്റ്റ് അല്ല കേട്ടോ. വീട്ടുകാരുടെ സമ്മതത്തിൽ കല്യാണം കഴിച്ച പോലെ നല്ല ഇപ്പോഴത്തെ പെൺകുട്ടികളും അവർക്കും അവരുടേതാ. അതെ, 92-ലെ പെൺകുട്ടികൾ വീട്ടുകാരുടെ ഇതിൽ കല്യാണം കഴിച്ച പോലെ. ആയിക്കോട്ടെ, ഓക്കെ. ഇഷ്ടങ്ങളുണ്ട്. അവരും പ്രായമുള്ള ആൾക്കാരെ തെരഞ്ഞെടുക്കുന്നുണ്ട്, അല്ലാത്തവരെ തെരഞ്ഞെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടത്തിന് നമ്മളൊക്കെ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, സത്യത്തിൽ നിങ്ങൾക്ക് വല്ല മോട്ടിവേഷനൊക്കെ പരിപാടിയായിട്ട് പോയിക്കൂടെ? അതിനുള്ളൊരു കഴിവുണ്ട് കേട്ടോ, സീരിയസ് ആയിട്ട് പറയട്ടെ. സത്യം പറഞ്ഞാൽ മോട്ടിവേഷണൽ സ്പീക്കർ ആവാനും ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും, ശരിക്കും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറയുന്നത് ഇതാണ് സത്യത്തിൽ. ഇവരാണ് ശരിക്കും സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ആൾക്കാരെ ഇൻഫ്ലുവൻസ്, പ്രചോദനം ഉദ്ദേശം മോട്ടിവേഷൻ അങ്ങനെയൊക്കെ നോക്കി ആ ഒരു ലൈന് നോക്കിക്കോട്ടെ. എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും കൂടുതൽ അവർക്ക് ഇതാവും ചേരും കേട്ടോ ഈ മോട്ടിവേഷൻ. എന്താ പറയാ, പഠിക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്നേഹബന്ധം, ആരെങ്കിലും നമ്മളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാലും നമ്മൾ ഇത്ര ഡിഫറൻറ്റ് വെച്ചിട്ട് നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരാണ്. അവരവിടെ ഉണ്ടാവും, നമ്മളിപ്പോഴും ഉണ്ടാവും. എന്നിട്ട് നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ആ ഒരു കാലത്തിലായിരുന്നു നമ്മളൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സംഭവം അങ്ങനെയൊന്നല്ല. ഇപ്പൊക്കെ ഇഷ്ടാണെന്ന് പറഞ്ഞാ പിന്നെ കറക്കാണ്, പിന്നെ എല്ലാം കഴിയും. ഏതൊരു പെൺകുട്ടിയും പെർഫെക്റ്റ് അല്ല. പിന്നെ എല്ലാം കഴിഞ്ഞു.
അതൊരു ആൺകുട്ടിയും പെർഫെക്റ്റ് അല്ല. ഈ ലോകത്ത് ആരും പെർഫെക്റ്റ് അല്ല. പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സംഗതി ഈ ലോകത്തില്ല. ഒന്നും പെർഫെക്റ്റ് അല്ല, മനുഷ്യന്മാർ മാത്രമല്ല. അല്ല, മോട്ടിവേഷൻ അല്ല കേട്ടോ, മോട്ടിവേഷൻ ഇവരാണ്. പിന്നെ ഇപ്പൊ പറയാ, ഇപ്പൊ വളർന്നു വരുന്ന 7ാം ക്ലാസ് 6ാം ക്ലാസ് നമ്മളൊക്കെ പറഞ്ഞ കുറച്ചും കൂടി മെച്ചൂർഡായിട്ട്. 7ാം ക്ലാസ് 6ാം ക്ലാസ്സിനൊക്കെ എന്താണാവോ കുഴപ്പം? നമ്മളൊക്കെ മെച്ചൂറായി. ഭഗവാനെ, ഈ പ്രായത്തിൽ ഇവർ ഈ മെച്ചൂരിറ്റി എന്നും പറഞ്ഞിട്ട് ഇതാണ് പറയുന്നതെങ്കിൽ ഇതിൻ്റെയൊക്കെ പണ്ടത്തെ സ്ഥിതി എന്തായിരിക്കും? 8, 9 ആയിരിക്കും ചിലപ്പോ നമ്മളുടെ എന്താ പറയുക ഫസ്റ്റ് ലവ്. ഇതൊക്കെ ആർക്കും ലവ് ഇല്ലാത്ത ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോ അത് പറയണ്ട, ഞാനൊന്നും സ്നേഹിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സ് ഒന്ന് ഓൺ ചെയ്യണം കേട്ടോ. ദയവ് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ബോക്സ് ഓൺ ചെയ്യണം. കാരണം ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ നന്ദി സൂചകമായ വാക്കുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആൾക്കാർക്ക് നിങ്ങളോട് പറയാണ്ടായിരിക്കും. അതൊക്കെ കേൾക്കാനുള്ളൊരു ഭാഗ്യമെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് വേണ്ടേ? പക്ഷെ നമുക്ക് അങ്ങനെ ഒരു അവകാശം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോഴത്തെ ലൈഫ് പറഞ്ഞാൽ അത് എന്റെ ഇഷ്ടമാണ്. എനിക്ക് തിരഞ്ഞെടുക്കാനുള്ള ഇതുണ്ട്. പിന്നെ എന്റെ മക്കളുടെ കാര്യം മാത്രം എനിക്ക് ആലോചിച്ചാൽ മതി. ഇപ്പൊ ഈ പറയുന്ന മക്കളുടെ കാര്യം ഒന്ന് ആലോചിച്ചാൽ മതി. അതുകൊണ്ട് മക്കളുടെ കാര്യം ഒന്ന് ആലോചിക്കണം. ദയവ് ചെയ്ത് നിങ്ങളെ മക്കളാണ്, നിങ്ങൾ തന്നെയാണ് ആലോചിക്കേണ്ടത്. അതുകൊണ്ട് മക്കളുടെ കാര്യം ഒന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. വ്യക്തിനെ എന്റെ മക്കൾക്ക് പൂർണ്ണമായിട്ടും വിശ്വാസം പൂർണ്ണമായിട്ട് അറിയുന്ന ആളായതുകൊണ്ട് എന്റെ മക്കൾക്ക് അറിയാം എന്താണ് ഏതാണെന്നൊക്കെ. അപ്പൊ ഞാൻ എന്തൊരു ഡിസ്കസ് ചെയ്യുകയാണെങ്കിലും മെയിൻ ആയിട്ട് എന്റെ മക്കളിനോടാണ് ഞാൻ പറയുള്ളൂ. എന്റെ മക്കളിനോടാണ് ഞാനത് ആലോചിക്കുള്ളൂ. കാരണം 10-15 വയസ്സായ മോനാണ്. അവന്റെ ആ ഒരു മക്കളോട് ആലോചിച്ചാൽ മതി. ക്യാമറ ഓഫ് ചെയ്യുക, വീട്ടിൻ്റെ ഉള്ളിൽ ചെന്ന് മക്കളോടും വേണ്ടപ്പെട്ട ആൾക്കാരോട് അവരോട് വെച്ച് സംസാരിക്കുക. അല്ലാതെ മക്കളോട് ആലോചിച്ച കാര്യം പിന്നെ എന്ത് തേങ്ങ ക്യാമറ തുറന്നു വെച്ചിട്ട് നാട്ടുകാരോട് പറയണേ, അവിടെയാണ് പ്രശ്നമുള്ളൂ. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. സാധാരണഗതിയിൽ നമ്മൾ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ കൂടി പോയി നോക്കാറുണ്ട്. പക്ഷേ ഇതിൽ ഈ ഒരു വീഡിയോയ്ക്ക് അതിനുള്ളൊരു അവസരം നമുക്ക് ഉണ്ടായില്ല. പക്ഷെ എന്നാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തെങ്കിലും അവിടെ പറയാൻ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് റിലേറ്റഡ് ആയിട്ട് ആരെയും കാണുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിനുള്ള എൻ്റെ അല്ല കേട്ടോ, നിങ്ങൾ കേട്ടിട്ടുള്ള അവരുടെ മോട്ടിവേഷൻ ക്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ താഴെ എഴുതിക്കോളാം. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ബൈ.